കഴിഞ്ഞ 40 വർഷമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഗുരുവായൂരപ്പൻ പാർട്ടി നേതൃത്വവുമായുള്ള പൊരുത്തക്കേടിന്റെ ഭാഗമായി സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. അരക്കുറിശി വാർഡിലാണ് ഒറ്റയാൾ പോരാട്ടവുമായി ഗുരുവായൂരപ്പൻ മത്സരിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ കടാക്ഷം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഗുരുവായൂരപ്പൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. ഓരോ വീട്ടിലും കയറി അവരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും കണ്ടറിയുവാൻ തനിക്ക് കഴിഞ്ഞതായി ഗുരുവായൂരപ്പൻ പറഞ്ഞു. വീടില്ലാത്തവർ, ചികിത്സയ്ക്ക് പോലും പ്രയാസം നേരിടുന്നവർ തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ട സഹായം എത്തിക്കുമെന്നും കുടിവെള്ളമില്ല, റോഡ് ഗതാഗത യോഗ്യമല്ല, തെരുവ് വിളക്കുകൾ കത്തുന്നില്ല തുടങ്ങിയ പോരായ്മകൾ പരിഹരിക്കുമെന്നും ഗുരുവായൂരപ്പൻ പറഞ്ഞു. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ഗുരുവായൂരപ്പൻ. ഞാനിവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് വിശ്വാസം നമ്മുടെ വോട്ടർമാരിൽ നിന്നാണ്. അവ എനിക്ക് അനുകൂലമായിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിവിടെ ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ആ നേരം കൂടി ഞാൻ നമ്മളെ വോട്ടർമാരോട് ചെലവഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മളെ കൊട എന്ന ചിഹ്നത്തിൽ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അവരെന്നെ കൊടയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന് ഞാൻ അവരോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വാർഡിൽ ജയിച്ചു വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ റോഡിന്റെ വികസനം. ഇവിടെ ഒരു റോഡിന്റെ പണി ശരിയായി മര്യാദയ്ക്ക് നടന്നിട്ടില്ല. റോഡ് വികസനം അത് അത്യാവശ്യ ഘട്ടമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ കുടിവെള്ളം പല മേഖലയിലും അത് കിട്ടാക്കണിയായിട്ട് കിടക്കുന്നത്. സ്ഥലത്തിന്റെ പേരെടുത്ത് പറയാത്തത് വെച്ചാൽ അത് ശരിയല്ല. പല മേഖലയും കുടിവെള്ളം കിട്ടാനില്ല. പിന്നെ ഇവിടെ തെരുവിളക്കാണെങ്കിൽ പല ഭാഗങ്ങളിൽ കത്തുന്നില്ല. പിന്നെ ചിലത് കേടുവന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേരാക്കണം, അതിന് ഊനം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഈ അരക്കുറിശിയിലുള്ള അംഗനവാടി ഉപയോഗമാർഗമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൽ പിന്നെ അതും വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ ഇവിടെ മാറി മാറി വന്നവരാരും ഈ ഒന്നും ചെയ്തിട്ടില്ല അതിന്. അപ്പം നമ്മൾ ഇപ്രാവശ്യം അവർക്ക് വാക്ക് കൊടുത്ത് നമ്മൾ അരക്കുറിശി നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അവർക്ക് ഇപ്രാവശ്യം ഞാൻ ജയിച്ചു വന്നാൽ അരക്കുറിശി മണ്ണിൽ ഒരു അംഗനവാടിക്കുള്ള സ്ഥലം മേടിച്ചത് ഒരു അംഗനവാടി കെട്ടിക്കൊടുക്കും എന്നുള്ളത് ജനങ്ങളോട് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എന്നെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ ഇപ്പോഴും ജനങ്ങളോട് ഞാനത് ഉറപ്പിച്ച് പറയുന്നു. അവർ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്നെ എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അവരെ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വാർഡിലെ ഒരു ജനകീയ കമ്മിറ്റി, ഓരോ മേഖലയിൽ നിന്നും ഓരോരുത്തർക്ക് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അതിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി നമ്മുടെ മുനിസിപ്പാലിറ്റി അതിൻ്റെതായിട്ടുള്ള ഫണ്ടുകൾ രൂപീകരിച്ച് അതാത് മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുമെന്നും കൂടി ഈ വാക്ക് ഞാൻ ഉറപ്പു തരുന്നു. ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാതെ, ശബ്ദ കോലാഹല പ്രചാരണങ്ങളില്ലാതെ ഉള്ള സമയം വോട്ടർമാരുടെ ആവശ്യങ്ങൾ കണ്ടെത്തുവാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി. കുടചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിക്കായി ഭൂമി കണ്ടെത്തി ഹൈടെക് അംഗൻവാടി യാഥാർത്ഥ്യമാക്കുമെന്നും ഗുരുവായൂരപ്പൻ പറഞ്ഞു. വീടുകളിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഗ്യാസ് സിലിണ്ടർ എത്തിക്കുന്ന ഗുരുവായൂരപ്പൻ എല്ലാവർക്കും സുപരിചിതനാണ്. വാർഡിൽ അനുകൂല കാലാവസ്ഥയാണെന്നും വിജയിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഗുരുവായൂരപ്പൻ തുടർന്ന് പറഞ്ഞു. സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ധനകാര്യ സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം. എന്നാൽ ₹1 പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് മാത്രമല്ല ഗ്രൂപ്പ് ലോൺ, സേവിംഗ് അക്കൌണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിജിറ്റൽ EMI, RD, ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവിലൂടെ ലഭിക്കുന്നു. ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9446589554 9446589545 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.